എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയോട് ഇന്ത്യ പോരാട്ടമാണ്. ഒപ്പത്തിനൊപ്പം NDAൻ്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട്. പക്ഷേ ഭരണം കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി. അതാണ് ഇതിൻ്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം. ജനാധിപത്യം സംരക്ഷിക്കപ്പെടും, അതേതായാലും ഉറപ്പായി. തൃശ്ശൂർ BJP ജയിച്ചൊരു അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താണ് തൃശ്ശൂരിൽ ബാക്കിയുള്ള ബന്ധമില്ലാത്ത തൃശ്ശൂർ സംഭവിക്കുന്ന ആയത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് UDF ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും. ഒരു സീറ്റിലൊക്കെ വളരെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാമല്ലോ, അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. നിങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. ഞാൻ പല പരീക്ഷണങ്ങളും മുമ്പ് നടന്നിട്ടുണ്ട്. ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട്. സമുദായം പ്രത്യേക പരീക്ഷണം തന്നെ നേരിട്ടു. എന്ത് പരീക്ഷണമായാലും ഒരു ബുദ്ധിമുട്ടും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇൻസെൻറ്റീവ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെ ലീഡർഷിപ്പ് തെളിയിച്ചിരിക്കുകയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്ക് എത്തിച്ച സർവശക്തനെ സ്തുതിക്കുകയാണ്. പാർട്ടിക്ക് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രധാനം ഞാനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനം ചെയ്തു. കണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങളെ അങ്ങനെ വിശ്വാസം അർപ്പിച്ച ആ ജോലി ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തോടുള്ള നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യമായി പറയാനുള്ളൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെൻറ്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ കഴിയുന്ന വിധത്തിലുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതുവും കാര്യത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞ പാർട്ടി ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ട എന്തിനാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച പാർട്ടി പാലിക്കും. വിശ്വാസാധികളായിരിക്കാം ഞാൻ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.